بسم الله الرحمن الرحيم الحمد لله رب العالمين وبه تعالى نستعين اللهم صل على سيدنا محمد ഖുർആനിലെ 106-ാമത്തെ അധ്യായം സൂറത്തുൽ ഖുറൈശ് മക്കിയായ 4 സൂക്തങ്ങൾ മാത്രമുള്ള ഈ ചെറിയ അധ്യായത്തിൻ്റെ ലഘുവിവരണമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലീലാഫി ഖുറൈശ്. ആദ്യത്തെ ആയത്ത് അള്ളാഹു ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനു വേണ്ടി. ഇത് പറയുമ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു സൂറത്ത് അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സൂറത്തുൽ ഖുറൈശ് ഖുർആനിൽ 106-ാമത്തെ അധ്യായമാണെങ്കിൽ 105-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫീൽ. നമുക്കറിയാം, കഅബ നശിപ്പിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിൻ്റെ സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തോൽപ്പിച്ച് മുഅ്മിനീങ്ങൾക്ക്, ഖുറൈശികൾക്ക്, മക്കക്കാർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഇവിടെ പറയുന്നത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് എഴുതുന്നത് കാണാം. അവിടുത്തെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഈ സൂറത്ത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സൂറത്തുൽ ഫീലുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. അതൊന്ന് നമ്മൾ കൃത്യമായിട്ട് മനനം ചെയ്യണം. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ സൂറത്തുൽ ഫീലുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആനയുമായിട്ട് കഅബ നശിപ്പിക്കാൻ വന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അങ്ങനെ ഖുറൈശികൾ അള്ളാഹു ഇണക്കി. ഖുറൈശികൾക്ക് ഈ കഅബ കാരണം അവർക്ക് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കഅബ കാരണമാണ് ഖുറൈശികൾ ആദരിക്കപ്പെട്ടത്. കഅബയുടെ പരിപാലകർ എന്ന ഒരു ഐഡന്റിറ്റിയിലായിരുന്നു അറേബ്യയിൽ അവർക്ക് ആദരവുണ്ടായിരുന്നത്. എന്നാൽ ആനക്കാരെങ്ങാനും വന്ന് കഅബ തകർത്താൽ പിന്നീട് അവർക്ക് ഈ ആദരവ് ലഭിക്കുകയില്ല. മക്കയിലുള്ള കഅബക്ക് പകരം യമനിലെ സനായിലുള്ള കഅബ, അങ്ങനെ ഒരു കഅബ വന്നാൽ ഇവരുടെ മഹത്വവും പോകും, ഇവർക്കുള്ള ആദരവ് നഷ്ടപ്പെടും. ഇതെല്ലാം അള്ളാഹു അവർക്ക് ചെയ്ത അനുഗ്രഹമാണെന്ന്, ആ അനുഗ്രഹത്തിലൂടെ ഖുറൈശികൾക്ക് അള്ളാഹു വലിയ സൗകര്യങ്ങൾ, ഇണക്കങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പരിഗണന അള്ളാഹു ഖുറൈശികൾക്ക് നൽകി. അതിലൂടെയാണ് ഖുറൈശികൾക്ക് കച്ചവട യാത്രകളിൽ കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാൻ. കാരണം കഅബയുടെ സംരക്ഷകരാണ്, പരിപാലകരാണ്. അവർക്ക് യാത്രയിൽ അവർക്ക് നിർഭയത്വം ലഭിച്ചു. അങ്ങനെ അവരുടെ മനസ്സിന് ഇണക്കം ലഭിക്കാൻ അള്ളാഹു കഅബ പൊളിക്കാൻ വന്ന ആളുകളെ ശിക്ഷിച്ചത് കാരണമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നതെന്ന് ഖുർത്തുബി ഇമാം അവിടുന്ന് പറയുന്നുണ്ട്. ഖുറൈശ് എന്ന് പറയുന്നത് കിനാനയുടെ മകനാകുന്ന നദർ, അവരുടെ സന്താന പരമ്പരക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശിയാണ്. അബൂഹു അബ്ദുല്ലാഹി, അബ്ദുൽ മുത്തലിബ്, ഹാഷിമു അബ്ദു മനാഫ്, ഖുസൈ, കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ. അവിടെ പറയുന്നത് ഗാലിബ്, ഫിഹറുൻ, മാലിക്കുൻ, നദറുൻ, ഉഖൈ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8-ാമത്തെ ഉപ്പ നദറാണ്. അവരുടെ ഉപ്പയാണ് കിനാന. അപ്പോൾ ഈ കിനാനയുടെ മകനാകുന്ന നദറിൻ്റെ മക്കൾക്കാണ് ഖുറൈശി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ അറബികൾക്കിടയിൽ, മക്കക്കാർക്കിടയിൽ വലിയ ശ്രേഷ്ഠതയുള്ള ഗോത്രമാണ്. അതുകൊണ്ടാണ് അവരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അവതരിപ്പിച്ചത്. അടുത്ത ആയത്ത് ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ശൈത്യകാലത്തും ഉഷ്ണകാലത്തും കച്ചവട യാത്രകൾക്ക് വേണ്ടിയിട്ട്, കച്ചവട ക്യാരവന് വേണ്ടിയിട്ട് അവർക്ക് അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്തു. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതാ മുമ്പത്തെ സൂറത്തുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ മന്ദിരത്തിൻ്റെ, ഈ കഅബയുടെ റബ്ബാകുന്ന റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമേ എന്ന് അവരോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹു എങ്ങനെയുള്ള റബ്ബ? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവസാന ആയത്ത്, അവർക്ക് വിശപ്പിൽ നിന്നും ഭക്ഷണം നൽകിയവനാണവൻ, അവർക്ക് ഭയത്തിൽ നിന്നും അഭയമേകിയവനാണവൻ. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കട്ടെ. ഇവിടെ അവരുടെ 2 യാത്രകളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതായത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന മരുഭൂമിയിലൂടെയുള്ള യാത്രയെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. അതവർക്ക് അള്ളാഹു ഇഷ്ടമുള്ളതാക്കി കൊടുത്തു. അങ്ങനെ അവർക്ക് പട്ടിണിയിൽ നിന്നും വിശപ്പിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ഇത്തരം യാത്രയുടെ വഴികളിൽ ആക്രമിക്കപ്പെടാനും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടും അക്കാലത്ത് കഅബയുടെ പരിപാലകർ എന്ന ഒരു ഐഡന്റിറ്റിയിൽ അവർക്ക് കൊള്ളക്കാരിൽ നിന്നും വലിയ രക്ഷ ലഭിച്ചു, നിർഭയത്വം ലഭിച്ചു. കഅബയുടെ പരിസരത്താണെങ്കിൽ സംഘടനകളൊന്നും ഉണ്ടാവാറില്ല, അത് അക്രമങ്ങൾക്ക് സാക്ഷിയാവാറില്ല. അത്രത്തോളം മഹത്വം. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലും യാത്രയിലും അള്ളാഹു ഖുറൈശികൾക്ക് വലിയ അഭയവും നിർഭയത്വവും നൽകിയിട്ട് അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു. ആ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ചെയ്യുന്നത്. ഇമാം റാദി റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, ബുദ്ധിമുട്ടുകൾ ഒഴിവായി പോവുക. രണ്ടാമത്തത്, ഉപകാരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുക. ചുരുക്കി പറഞ്ഞാൽ റാസി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി എപ്പോഴും തുറന്നു വെച്ച പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോവുക എന്നതും അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നതും 2 അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്.
അതുകൊണ്ടാണ് സൂറത്തുൽ ഫീലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികൾക്ക് വന്നിരുന്ന വലിയ ബുദ്ധിമുട്ടിൽ നിന്നും ആനസംഘത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ നശിപ്പിച്ച കഥയും ഈ ആയത്തിൽ അള്ളാഹു അവർക്ക് ഉപകാരം ചെയ്ത സംഭവം പറയുന്നത്. അപ്പോൾ എല്ലാ നിലക്കും അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ മനുഷ്യർ, പ്രത്യേകിച്ച് ഖുറൈശികൾ ബാധ്യസ്ഥരാണ്. ഈ ബാധ്യത നിർവഹിക്കാൻ നന്ദി ചെയ്തേ പറ്റൂ. ആ നന്ദി ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമായി വരുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഒരു അതീശത്വം സമ്മതിക്കലും അവനെ മാത്രം ആരാധിക്കലും എന്നുള്ളത്. അതാണ് അള്ളാഹു ഈ ഭവനത്തിൻ്റെ നാഥനെ ആരാധിക്കുക. അതാ ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾക്ക് വലിയ പരിഗണന ലഭിക്കുന്ന ഈ കഅബയുടെ യഥാർത്ഥ രക്ഷിതാവാകുന്ന അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നത്. ഈ അഭയം നൽകി എന്ന് പറയുന്നതിന് പല വ്യാഖ്യാനങ്ങൾ തഫ്സീറിലുണ്ട്. റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതിന് 6ഓളം വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അഭയം നൽകി എങ്ങനെയാണ് അത് നടത്തിയത്? അള്ളാഹു ഒന്ന് നാട്ടിലും യാത്രയിലും മറ്റുള്ളവരിൽ നിന്നുള്ള അക്രമത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആനക്കാരുടെ അക്രമത്തിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് കുഷ്ഠരോഗങ്ങളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷിച്ചിട്ടുണ്ട്. മക്കയിൽ കുഷ്ഠരോഗം വരില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അധികാരം അവരല്ലാത്തവരിൽ വരുന്നതിനെ തൊട്ട് അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട് ഇസ്ലാം മതം കൊണ്ട് അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി. ആറാമതായിട്ട് അറിവില്ലാതെ അജ്ഞരായി ജാഹിലിയ്യത്തിൽ അന്ധതയിൽ ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നതിലൂടെ അറിവില്ലാത്ത ഒരു സമൂഹത്തെ നക്ഷത്ര തുല്യരായി അള്ളാഹു അവരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ രൂപത്തിൽ അവർക്ക് എല്ലാ നിലക്കും അവർക്ക് നിർഭയത്വം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം പറയുന്നുണ്ട്,